വളരെ തികച്ചും വ്യത്യസ്തങ്ങളായ കുറച്ച് പുൽക്കൂടുകളാണ് നമ്മൾ കാണുന്നത്. അതിന് മുന്നോടിയായിട്ട് കാണക്കാരി ഭാഗത്ത് കോട്ടയത്ത് ഒരു വീടിന് മുമ്പിൽ 100 നക്ഷത്രങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈശോവിശേഷമായിട്ട് ഇത് ഹോളോ ബ്രിക്സ് അതിൻ്റെ സ്ഥിതി എല്ലാ വർഷവും നിങ്ങൾ ചെയ്യുന്നതല്ലേ? സൂപ്പറായി, നല്ല അടിപൊളി വിഗ്രഹം കാഴ്ചയാണുള്ളത്. എത്ര കൊല്ലമായി ഇപ്പോൾ അത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി? 30 വർഷമായിട്ട് ഇരുന്നത് അല്ലേ? സൂപ്പറായി. ഞാൻ 2-3-4 വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നല്ലേ ഇതായിട്ട്. സ്നേഹമുള്ളവരെ, ആദ്യം നമ്മൾ കാണുന്ന പാലാ എഫ്രൈം സെമിനാരിയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടാണ്. പാലസ്തീനയിലെ ബേത്ലഹേമിലെ മനോഹരമായ കാഴ്ചകളൊക്കെ അതിൽ സന്നിവേശിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഗുഹയിൽ ഈശോ പിറക്കുന്നതായിട്ടാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. രാജകൊട്ടാരമുണ്ട്, വീടുകളുണ്ട്, അങ്ങനെ അരുവികളുണ്ട്. അങ്ങനെ തികച്ചും മനോഹാരിത പകരുന്ന കാഴ്ചകളാണ് ഈ പുൽക്കൂട്ടിൽ നമ്മൾ രാത്രിയുടെ പശ്ചാത്തലത്തിൽ കാണുന്നത്. കോതനെല്ലൂരിലെ പുൽക്കൂടാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിടയന്മാർ തീയായുന്നു. അതുപോലെ കിണർ, ജെറുസലേമിലെ കിണർ, യാക്കോബിൻ്റെ കിണർ പോലെ ഒരു പുൽക്കൂട്. പിന്നെ വലിയൊരു പർവ്വത നിരയുടെ ഭാഗത്തു നിന്ന് അരുവി പുറപ്പെടുന്നതായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. കാളവണ്ടികളുണ്ട്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. പാറക്കെട്ടുകളുണ്ട്, പഴയ കാളവണ്ടി വരെയുണ്ട്. വളരെ സ്വാഭാവികമായ തരത്തിലൊരു കുളം അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല രാത്രിയുടെ ഒരു നല്ല കാഴ്ച പ്രദാനം ചെയ്യുന്ന പുൽക്കൂടാണിത്. രാത്രിയിൽ നല്ലൊരു കാഴ്ചയാണ് ഈ കോതനെല്ലൂരത്തെ പുൽക്കൂട്. അതുപോലെ പാലമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നു. ഭംഗിയുള്ള വയലുകളെല്ലാം ഉണ്ട്. ഭംഗിയുള്ള കാഴ്ചയാണ്. പാറക്കെട്ടിന് മുകളിലൂടെ അരുവി. കടനാട് ഫൊറോന പള്ളിയിലെ പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. മഞ്ഞ് വീണ് കിടക്കുന്ന താഴ്വാരങ്ങളിൽ വീടുകളുടെ എല്ലാം മുകളിൽ മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഇനി കാണുന്നതാണ്. അത് ഒരു തടാകത്തിലാണ് പുൽക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വലിയ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം 2-ാം മോശയായിട്ടുള്ള ദൈവം തമ്പുരാൻ ഈശോ വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവെന്നാണ് മോശയുടെ വാക്കിനർത്ഥം. അങ്ങനെ ഉള്ള പ്രതീകങ്ങളാണോ എന്നറിയില്ല. പിന്നെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പുൽമേടുകളും പാറക്കെട്ടുകളും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായ ഇതിൻ്റെ വ്യത്യസ്തത ഇത് തന്നെയാണ്. ഈ തടാകത്തിനുള്ളിലെ പുൽക്കൂട് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യസ്തത. പലതരത്തിൽ അതിന് വ്യാഖ്യാനങ്ങൾ നമുക്ക് കാഴ്ചക്കാർക്ക് നൽകാവുന്നതാണ്. അതാണ് ഈ കടനാട്ടെ പുൽക്കൂടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കെഴുതടിയൂർ പള്ളിയുടെ പുൽക്കൂടാണ്. പലതരത്തിലുള്ള ആർട്ടിസ്റ്റിക് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന കലാപരമായിട്ട് ഒരുപാട് മേന്മ പുലർത്തുന്ന ഒരു പുൽക്കൂടാണ്. വളരെ സ്വാഭാവികത, ഒരു നാച്ചുറൽ ബ്യൂട്ടി ഇതെല്ലാം കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഏറുമാടങ്ങളുണ്ട്. അതുപോലെ തടാകത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങളിൽ ഉള്ള ചെറിയ വീടുകളുണ്ട്. അതുപോലെ രാജകൊട്ടാരങ്ങൾ, പുൽമേടുകൾ, മണലാരണ്യങ്ങൾ, എങ്ങനെയെല്ലാം കൂടെ കൂടി അതുപോലെ എല്ലാം ഒത്തിരി സ്വാഭാവികത കൊണ്ടുവരാം. ഇതാണ് ഈ തടാകത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ചെറിയ ഏറുമാടം എല്ലാം തയ്യാറാക്കി. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഇത്തവണ കെഴുതടിയൂർ പള്ളി തയ്യാറാക്കിയിരിക്കുന്ന പുൽക്കൂട്. ഒത്തിരി സ്വാഭാവികത തോന്നുന്ന ഒരു പുൽക്കൂടാണ്. ഒരുപാട് കലാമേന്മ പുലർത്തുന്ന ഒരു പുൽക്കൂട് കൂടിയാണ് ഇവിടുത്തെ പുൽക്കൂട്. പാലാ ആലം പുത്തമ്പള്ളിയിലെ പുൽക്കൂടാണ് നമ്മൾ കാണുന്നത്. വളരെ ചെറിയ പ്രതലത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും നല്ല പെർഫെക്ഷനുള്ള ഒരു പുൽക്കൂടാണ്. ആ ഗുഹാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന നല്ല പൂർണ്ണതയോടുകൂടിയാണ്. അതുപോലെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഈ സംഗീതം ആലപിക്കുന്ന അല്ലെങ്കിൽ കുഴലൂതുന്ന ആട്ടിടയനെയൊക്കെ നമ്മൾ കാണുന്നു. കിണർ, അതുപോലെ രാജകൊട്ടാരങ്ങൾ അവിടെ ചെറിയൊരു പ്രതലത്തിൽ വളരെ പെർഫെക്ഷനോടുകൂടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പുൽക്കൂടാണ് പാലാ ആലം പുത്തമ്പള്ളിയിലെ പുൽക്കൂട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുഹയൊക്കെ നല്ല
സ്വാഭാവികത, നല്ല പെർഫെക്ഷൻ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇത് പാലാൾ ആലം പഴയപള്ളിയിലെ പുൽക്കൂടാണ്. മഞ്ഞ് നിറഞ്ഞ് ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൻ്റെ ഒരു ദൃശ്യഭംഗിയിലാണ്. അതിൻ്റെ പിന്നാമ്പുറത്താണ്, അത് പിന്നാമ്പുറമായിട്ട് നിർത്തിക്കൊണ്ടാണ് പുൽക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു കാലിപ്പുര, അതിൽ അതുപോലെ നല്ല അതിന് സമീപത്തൂടെ ഒഴുകുന്ന അരുവി, വീടുകൾ, രാജകൊട്ടാരങ്ങൾ, ഇതെല്ലാം കൂടെ അതിൻ്റെ രാത്രി ദൃശ്യം കൂടെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി ദൃശ്യം വരുമ്പോൾ ശരിക്കും ഒരു ആകാശ ഭംഗിയിൽ, നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശ ഭംഗിയിൽ ബേത്ലഹേമിലെ ഒരു കാഴ്ചയാണ് ഇവിടെ പകർത്താനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് എന്നതാണ് ഈ പുൽക്കൂടിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്.